പ്രൈസ് ദി ലോർഡ്. പോഞ്ഞാശ്ശേരി ദേശനിവാസികളെ, സർവശക്തനായ ദൈവത്തിന് നമ്മോട് ഒരു സന്ദേശം അറിയിക്കുവാനുണ്ട്. ജീവിതത്തിന്റെ ഈ തിരക്കിട്ട നിമിഷത്തിൽ എന്തിനാണ് ദൈവം നമ്മളെ ഈ ലോകത്തിലേക്ക് അയച്ചതെന്നും ഇതിന്റെ ഉദ്ദേശം എന്താണെന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നും അതിന്റെ പരിഹാരം എന്താണെന്നും നമ്മളോട് ദൈവം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയം, ഒരല്പസമയം ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ജനങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുവാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ഒരു പാട്ട് പാടാം. സമയം സമാഗതമായി സകലരുമനുതപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ. സമയം സമാഗതമായി സകലരുമനുതപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരുമണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുതപിക്കാൻ ഒരുക്കിയിടുന്ന ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. മരുഭൂമിയിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. തിരുവഴിവിട്ട് മരുഭൂമിയിലലയുന്ന പാപം വെടിഞ്ഞിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ തിരുഗൃഹവാണിടുവിൻ. സ്വയമേ ചമയ്ക്കുന്ന ഗേഹം വെടിഞ്ഞ തിരുഗൃഹവാണിടുവിൻ. ജീവൻ വേടിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുതപിക്കാൻ ഒരുക്കിയിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പോഞ്ഞാശ്ശേരി എന്ന് പറയുന്ന ഈ ചെറുപട്ടണത്തിൽ സൃഷ്ടാവായ ദൈവത്തിന്റെ ഒരു അരുളപ്പാട് അറിയിച്ച്
ഒരു മതത്തിന്റെ പുസ്തകമല്ല. സൃഷ്ടാവായ ദൈവം മനുഷ്യർക്ക് നൽകുന്ന സ്നേഹലേഖനമാണ് വിശുദ്ധ ബൈബിൾ, അതിലെ സന്ദേശം. ആ സന്ദേശം പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രാജ്യത്തിന്റെ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും അറിയിക്കപ്പെടും, അതോടെ യുഗം അവസാനിക്കും. അപ്പോൾ ആ സന്ദേശം സാക്ഷ്യമായി അറിയിക്കുവാനാണ് ഇപ്പോൾ ഈ പോഞ്ഞാശ്ശേരി ചെറുപട്ടണത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, എന്താണ് ആ സന്ദേശം? ആ സന്ദേശം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ആ സന്ദേശം അറിയിച്ച ആളെ ഒന്ന് പരിചയപ്പെടുത്താം. രാജ്യത്തിന്റെ സുവിശേഷം ഇന്ന് സുവിശേഷ വേദികളിൽ കേൾക്കുന്നത് വിരളമാണ്. എന്നാൽ രാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ച സുവിശേഷകൻ, സുവിശേഷകന്മാരുടെ സുവിശേഷകൻ എന്നറിയപ്പെടുന്ന ദൈവപുത്രനായ മിശിഹയാണ്, ക്രിസ്തുവാണ്. ക്രിസ്തു അറിയിച്ച സുവിശേഷമാണ് രാജ്യത്തിന്റെ സുവിശേഷം. എന്നാൽ പിശാചും അവന്റെ ആളുകളുടെയും പ്രവർത്തന ഫലമായി ഇന്ന് രാജ്യത്തെ സുവിശേഷം കേൾക്കപ്പെടുന്നില്ല. പകരം രാജ്യത്തെ സുവിശേഷം പ്രവർത്തിച്ച ക്രിസ്തുവിനെ കുറിച്ച് മാത്രം കേൾക്കുന്നു. ക്രിസ്തു പ്രസംഗിച്ച സുവിശേഷമായ രാജ്യത്തെ സുവിശേഷം ഇന്ന് കേൾക്കപ്പെടുന്നില്ല. എന്നാൽ അത് നിങ്ങളെ കേൾപ്പിക്കും എന്നുള്ള വിശുദ്ധ സന്ദേശമാണ് മത്തായി 24:14. രാജ്യത്തിന്റെ സുവിശേഷം സകല സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരെയും അറിയിക്കും, അതോടെ യുഗം അവസാനിക്കാം. എന്താണ് പറയുന്നത്? എന്താണ് രാജ്യത്തെ സുവിശേഷം? ദൈവം മാനവകുലത്തിന് വേണ്ടി ഒരുക്കിയ മാനവകുലത്തിന്റെ ഭാവിയാണ് രാജ്യത്തെ സുവിശേഷം. എന്താണ് രാജ്യത്തെ സുവിശേഷം നടക്കുന്നത്? രാജ്യത്തെ സുവിശേഷം നടക്കുന്നത് സൃഷ്ടാവായ ദൈവം. ഏത് സൃഷ്ടാവ്? ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ച് പറഞ്ഞാൽ മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനകളിലും പ്രത്യേകിച്ച് മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ അതിൽ നിന്ന് രക്ഷിച്ചെടുത്ത് തന്നോടുകൂടെ തന്റെ മക്കളായി തന്റെ കുടുംബമായി ഒരുമിച്ച് താമസിച്ച് ദൈവത്തിന്റെ അവകാശവും ദൈവപുത്രനായ ക്രിസ്തുവിന്റെ കൂട്ടവകാശവും നൽകി ദൈവപുത്രന്മാരാക്കി, ക്രിസ്തുവിന്റെ സഹോദരങ്ങളാക്കി, ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ നിത്യഭരണാധികാരികളാക്കി, അതായത് ഭൂമിയെ വാഴുന്ന, ദൈവം വാഴുന്ന ഒരു സാഹചര്യം കടന്നു വരികയാണ്. ആ സാഹചര്യത്തിൽ ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുന്ന ദൈവപുത്രനായ ക്രിസ്തുവോടൊപ്പമുള്ള രാജാക്കന്മാരാക്കി നമ്മളെ മാറ്റുന്ന ദിവ്യമായ സന്ദേശമാണ് രാജ്യത്തെ സുവിശേഷം. അതിലേക്ക് ഈ പോഞ്ഞാശ്ശേരിയിലെ ജനത്തെ ഇൻവൈറ്റ് ചെയ്യുവാനാണ് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് വിവാഹം ക്ഷണിക്കുവാൻ ഇതാ ചിലർ കടന്നു വരുന്നു, അവർ ചില ക്ഷണക്കത്തുകൾ തരുന്നു, അതിന് ഇൻവിറ്റേഷൻ കാർഡ് തരുന്നു എന്നതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇതാ അതിനായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, വർണ്ണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും കുടുങ്ങിപ്പോയ, മരണത്തിൽ കുടുങ്ങിപ്പോയ നമ്മളെ രക്ഷിച്ചെടുത്ത് തന്റെ മക്കളാക്കി, തന്റെ ഭവനക്കാരാക്കി, ഭൂമിയിലെ ഭരണത്തിന്റെ രാജാക്കന്മാരാക്കി തീർക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതിലേക്ക് കടന്നു വരാൻ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെയാണ് ഈ പോഞ്ഞാശ്ശേരി പട്ടണം പലപ്പോഴും കേട്ടിട്ടുള്ള രക്ഷയുടെ സുവിശേഷത്തിന്റെ പ്രാധാന്യം. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂസിൽ യാഗമായി നമ്മളെ രക്ഷിക്കുവാൻ. കാരണം ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യനും മരണത്തിന്റെ കീഴിലാണ്. അവൻ ജനിച്ചത് എങ്ങോട്ടേക്കാണ് യാത്ര എന്ന് ചോദിച്ചാൽ അവൻ ഇതാ ജനിച്ചാൽ മരിക്കാൻ പ്രായമായി എന്ന് വേണം പറയാൻ. ഏത് സമയവും മരണമെന്ന മല്ലന്റെ ഭീകരന്റെ കയ്യിൽ ആ വ്യക്തി അകപ്പെടും. ഇതാ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കുന്ന മരണമെന്ന മലനുണ്ട്.
ഞാനും നിങ്ങളും LKG UKG പ്ലേ സ്കൂളിലെല്ലാം കടന്നുപോയി 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ച് +2 പഠിച്ച് ഡിഗ്രി പഠിച്ച് PG പഠിച്ച് ഇതാ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായി ഉണ്ടാക്കിയ ജോലിയിലൂടെ ഉണ്ടാക്കിയ ആ പണം അപഹരിക്കാൻ നിങ്ങൾ റേഷൻ കടയും പലചരക്ക് കടയും ഒക്കെ നടത്തി അതിലൂടെ ഉണ്ടാക്കിയ പണം അപഹരിക്കാൻ ഇതാ 1.5 2 കിലോ 3 കിലോ ആയി അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തിറങ്ങി ആ ശരീരം കഴിച്ച് ഇപ്പൊ 50 60 70 കിലോ ആക്കി ആ ശരീരം ചമത്തേരിയിലെ പുഴുക്കൊക്കെ പലഹാരം അടിച്ചു മാറ്റുവാൻ ഇതാ മരണമെന്ന ഭീകരൻ നമ്മുടെ മുമ്പിൽ ഇതാ കാത്തു നിൽക്കുകയാണ്. അപ്പോ ഉണ്ടാക്കിയത് മുഴുവൻ വട്ടപ്പൂച്ചമാക്കി നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ഇതാ എല്ലാം നിന്റെ വിശപ്പ് മാറ്റുവാൻ തക്കവണ്ണം ഞങ്ങൾ ഒരു വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ നീ പഠിച്ച് സർട്ടിഫിക്കറ്റ് മേടിച്ച് നീ ഒരു ജോലി കിട്ടി അതിൽ നിന്ന് പണം കിട്ടിയ പണം കൊണ്ട് ഇതാ അരിയും ഇതാ വെണ്ടക്കായും വഴുതനങ്ങായും ഇറച്ചിയും മീനും വാങ്ങി നിന്റെ വയറ്റിലേക്ക് ഇട്ട് അധിക താമസിയാതെ ആ വയറ്റിലൂടെ കടന്നു വന്ന ആ ശക്തിയും പ്രാപിച്ച് നീ വളർന്ന് പിന്നെ വളരാൻ കഴിയാതെ മരണമെന്ന ഭീകരന്റെ മുമ്പിൽ എല്ലാം വെച്ച് കീഴടക്കുന്നവരെ പോലെ ഇതാ നീ സമ്പാദിക്കുന്ന മുഴുവൻ ഭൂമിക്കിരയായി അവസാനിച്ച് അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു മണ്ടനെ പോലെ മണ്ടിയെ പോലെ ഞാനും നിങ്ങൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഉടമസ്ഥനായ സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ച് ഇതാ നമ്മളെ കൊല്ലുന്ന ആ മരണമെന്ന ഭീകരന്റെ കയ്യിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്റെ പുത്രനായ ക്രിസ്തുവിനെ കാൽവരി ക്രൂശിൽ യാഗമാക്കി ഇതാ ഞാനും നിങ്ങളെ മരിക്കേണ്ട സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിനെ ഇതാ വചനം എന്ന പേരുള്ള ക്രിസ്തുവിനെ വചനം മാംസമായി ഭൂമിയിലേക്ക് കടന്നുകൊണ്ട് എന്റെയും നിങ്ങളെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഈ മഹത്തായ സ്നേഹപ്രകടനം അതിൽ നാം വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തു മരിച്ചത് എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് പ്രിയമകനെ ഈ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ നിന്റെ ജീവിതത്തിന്റെ കർത്താവ് രക്ഷിതാവുമായി നീ ഏറ്റെടുക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാ മനുഷ്യരും മരണത്തിന്റെ കീഴിലാണ്. എന്നാൽ ലോകങ്ങളും നിന്റെ വന്നിട്ട് പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് ഒരു നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്ക് അവർക്ക് മരണമില്ലാത്ത ദൈവത്തിന്റെ മക്കളാകുവാൻ ദൈവ അധികാരം കൊടുത്തു. മനുഷ്യ മക്കൾക്ക് ദൈവ മക്കളാകാൻ അധികാരം, മരണത്തിന്റെ കീഴിലുള്ളവർക്ക് മരണത്തിന്റെ മുകളിലേക്ക് കയറുവാൻ അധികാരം. ഇതിലൂടെ പുതിയ സൃഷ്ടികർമ്മത്തിലൂടെ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ രക്ഷിച്ചു. ഒരുപക്ഷെ ഈ പറയുന്ന സ്പിരിച്വൽ ടെക്നോളജി നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുകയില്ലായിരിക്കാം. എങ്കിലും പ്രസംഗത്തിന്റെ മോശത്തെത്താൻ വിശ്വസിക്കുന്ന രക്ഷിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന് കൃപയായി. അതുകൊണ്ട് പ്രിയമകളെ നമുക്ക് ഈ ഭൂമിയിൽ വേണ്ടത് ഏറ്റവും വലുതായിട്ടുള്ള കാര്യം നമ്മളുടെ പണമല്ല. ഇതാ ഈ ഭൂമിയിൽ വേണ്ട ഏറ്റവും വലുതായിട്ടുള്ള കാര്യം സ്ഥാനമാനങ്ങളല്ല. പണമുള്ളത് നല്ലതാ, സ്ഥാനമാനങ്ങളുള്ളത് നല്ലതാണ്, എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ. എന്നാൽ നമുക്ക് ഭൂമിയിൽ വേണ്ട ഏറ്റവും വലിയ കാര്യം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കാണ്. ഏതൊരു മനുഷ്യന് പ്രിയമകളെ ാകട്ടെ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന വ്യക്തിയാകട്ടെ, ഒരു എഞ്ചിനീയർ ആകട്ടെ, ഡോക്ടർ ആകട്ടെ, അത് മന്ത്രിയാകട്ടെ, രാജാവാകട്ടെ, മരണത്തിന് എന്നോടും നിങ്ങളോടും യാതൊരു റെസ്പെക്ട് യാതൊരു ബഹുമാനവുമില്ല. നമ്മളെല്ലാം നമ്മൾ ഉണ്ടാക്കി കൂട്ടിയതെല്ലാം എടുത്തു മാറ്റാൻ മരണമില്ല. ആ മല്ലൻ വാദിക്കൽ കാത്തു കിടക്കുകയാണ്. എന്നാൽ അവനക്ക് രക്ഷപ്പെട്ട് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ദൈവരാജ്യത്വം എന്ന ഭാവിയിലേക്ക് ദൈവ കുടുംബത്തിലെ പൗരന്മാരായി തീരുവാൻ ഒരു ഇൻവിറ്റേഷൻ ഈ പോഞ്ഞാശ്ശേരി ജനത്തിങ്ങൾക്ക് തരികയാണ്. ഇത് നിങ്ങളെ അറിയിച്ച് നിങ്ങൾ കടന്നു പോവുകയാണ്. ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കുവാൻ പ്രിയമകളെ നീ ആദ്യം ചെയ്യേണ്ടത് നിന്റെ ഇന്ന് മരണത്തിൽ നിന്ന് കഴിഞ്ഞകാലമാകുന്ന ശിക്ഷയിൽ നിന്നുള്ള രക്ഷയാണ്. ആ രക്ഷ സ്വർഗത്തിൽ നിങ്ങൾ സൗജന്യമായി നമുക്ക് തരികയാണ്. യേശുക്രിസ്തു തന്റെ പുത്രന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ സൗജന്യമായി കഴിഞ്ഞ കാലമാകുന്ന ശിക്ഷയിൽ നിന്ന് നമ്മൾ രക്ഷിച്ചാൽ ഈ തുടർന്ന് നാം എന്ത് ചെയ്യണം? യേശുവിനെ അനുഗമിച്ചനുസരിച്ചുകൊണ്ട് നാം സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ നമുക്ക് മുൻവച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് കടന്നു ചെല്ലുക നിങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമകളെ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന വ്യക്തികളോട് പറയാനുള്ളത് ദൈവത്തിന്റെ വചനം പറയുന്നു
യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന യാവനും രക്ഷിക്കപ്പെടും. ആകാശത്തിന് കീഴ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുക്രിസ്തു എന്ന നാമമല്ലാതെ. അതുകൊണ്ട് ദൈവത്തിനായി യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചുകൊണ്ട് യേശുവെ അനുസരിക്കുന്നതിലൂടെ അനുഗമിച്ചുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ആ ദൈവപിതാവിന്റെ ഭവനത്തിലേക്ക് ആ ദൂതപുത്രൻ കടന്നു വന്നതുപോലെ ദൈവപിതാവിന്റെ ഭവനത്തിലേക്ക് യേശുവെ അനുഗമിച്ച് കടന്നു വരുവാൻ ഏവരോടും ആഹ്വാനം ചെയ്യുകയാണ്. ഇതാ ഈ രാജ്യത്തെ സുവിശേഷം ശരീരം ജനങ്ങൾ കേട്ടിരിക്കുന്നു. നാളെ നിങ്ങൾക്ക് പറയുവാനായിട്ട് ഒരു കഴിവില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾ കേട്ടില്ല എന്ന് പറയാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഈ സന്ദേശം അറിയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പട്ടണത്തിലേക്ക് അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ പോഞ്ഞാശ്ശേരിയിലെ ജനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെയുള്ള വീട്ടുകാരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ പട്ടണത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നവരെ, ഇവിടെ ചെറുതും വലുതുമായ എല്ലാ വ്യാപാരം ചെയ്യുന്നവരെ, ഇവരുടെ മാതാപിതാക്കന്മാരെ, ഇവരുടെ തലമുറകളെ എല്ലാം ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങയുടെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരൊരു അനുഗ്രഹമായി തീരട്ടെ. ഈ അനുഗ്രഹം ഒരു ഭൗതിക അനുഗ്രഹത്തിൽ മാത്രം ഒതുങ്ങാതെ, ശവത്തേരിൽ പുഴുതിന്നു കൊണ്ടുപോകുന്നവർ മാത്രം ഒതുങ്ങാതെ, മരണത്തിൽ മാത്രം ഒതുങ്ങാതെ നിത്യ തേജസ്സിലേക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണോ ക്രിസ്തുവിൽ വളരുവാൻ തക്കവണ്ണോ ഈ മക്കളെ അങ്ങ് സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ. ഇവരുടെ എല്ലാ മണ്ഡലങ്ങളിലും ഈ കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയെ കുറിച്ച് കൂടുതൽ നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവരാജ്യ ശുശ്രൂഷയും പ്രിയ മകനെ മകളെ, ഈ ലോകത്തിൽ പലതും സമ്പാദിച്ചിട്ടുണ്ടാവാം, എന്നാൽ ഈ സമ്പാദിച്ചതൊക്കെ മരണം കൊണ്ട് തീരും. എന്നാൽ ഈ ദൈവരാജ്യ സുവിശേഷത്തിലൂടെ നിനക്ക് കിട്ടുന്നത് മരണം കൊണ്ട് അവസാനിക്കുകയില്ല, അത് നിത്യമായി നിലനിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്ന ആ 2 നോട്ടീസുകളിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുന്നുവെങ്കിൽ അതിന്റെ സന്ദേശം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ തന്നെ ഞങ്ങളുടെ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുവാൻ തയ്യാറാണ്. അപ്പോൾ തന്നെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ധ്യാന കേന്ദ്രത്തെ കുറിച്ചാണ്. ഇവിടെ അടുത്ത് പുക്കാട്ടുപടിയിൽ ഇതാ പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രം 22 വർഷത്തിലധികമായി പ്രവർത്തിച്ചു വരികയാണ്. അവിടേക്ക് എല്ലാ ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു മനുഷ്യ രക്ഷാ ധ്യാനം അവിടെ നടക്കുന്നുണ്ട്. അതിലേക്ക് നിങ്ങളെ ഏവരെയും, ഈ ശബ്ദ കാഴ്ചപ്പെടുത്തിയുള്ള നിങ്ങളെ ഏവരെയും ഹാർദവമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ തന്നിരിക്കുന്ന നോട്ടീസിൽ ആ നമ്പറുണ്ട്. നിങ്ങൾ വിളിച്ച് അവിടെ കടന്നു വരാവുന്നതാണ്. ഇനി വരുന്ന ധ്യാനം ജൂലൈ 1-ാം തീയതിയാണ്. നിങ്ങൾ ഏവരെയും ഞങ്ങൾ അവരുടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ മാത്രമല്ല, ഇതാ വല്ലായ്മയിലിരിക്കുന്ന ജനം, കടബാധ്യതയിലിരിക്കുന്ന ജനം, രോഗത്തിലായിരിക്കുന്ന ജനം, ഇതാ ജീവിതത്തിൽ ശരണവും ഇല്ലാതിരിക്കുന്ന ജനം, കുടുംബത്തിൽ എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ തള്ളി എന്ന് പറഞ്ഞിരിക്കുന്ന ജനം, നിങ്ങൾക്ക് ഏവർക്കും അവിടെ കടന്നു വരുമ്പോൾ നിങ്ങൾ അനാഥരല്ല എന്ന് നിങ്ങൾ അന്വേഷിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഉടമസ്ഥൻ, ഒരു സ്വന്തീയ പിതാവുണ്ട് എന്ന് യേശുക്രിസ്തു പറഞ്ഞു തന്ന ചെറിയ ആട്ടംകൊട്ടനെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പിതാവ്, അതെ, നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവ് കിങ്ഡം, ഈ ഭൂമിയുടെ രാജ്യത്വം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണം, തന്റെ മക്കളാക്കി തന്റെ കുടുംബം നിങ്ങൾക്ക് തരുവാൻ തക്കവണ്ണമുള്ള അതിനായി കാത്തിരിക്കുന്ന ഒരു സന്ദേശം മനസ്സിലാക്കി ആശ്വാസം പ്രാപിച്ച് കൃത്യമായി ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാൻ അത് സഹായകരമായി തീരുമെന്ന് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. നന്ദി, നമസ്കാരം.